സീസണിലെ അവസാന എൽ ക്ലാസിക്കോ പോരാട്ടത്തിന്റെ 14-ാം മിനിറ്റിൽ എംബാപ്പെ ബാഴ്സ വലയിൽ രണ്ടാം തവണയും പന്തെത്തിച്ചതോടെ റയൽ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ വിജയം സ്വപ്നം കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഫ്ലിക്കിന്റെ ബാഴ്സലോണ ഈ സീസണിൽ പലവട്ടം ചെയ്തത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു. റെമോൺടാഡ. ഹാട്രിക്കുമായി കളം നിറഞ്ഞ എംബാപ്പയ്ക്ക് റയലിനെ രക്ഷിക്കാനായില്ല. സ്വന്തം മൈതാനത്ത് 3-നെതിരെ 4 ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയിച്ചത്. ഈ വിജയത്തോടെ ബാഴ്സലോണ ലാലിഗ കിരീടത്തിലേക്ക് അടുത്തു. ആവേശകരമായ രീതിയിൽ തുടങ്ങിയ മത്സരത്തിൽ കിലിയൻ എംബാപ്പെ 5-ാം മിനിറ്റിലെ പെനാൽറ്റി ഉൾപ്പെടെ ആദ്യ 14 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ നേടി. എന്നാൽ ബാഴ്സലോണ ശക്തമായി തിരിച്ചു വന്നു. 19-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് ഫെറാൻ ടോറസ് മറിച്ചു നൽകിയ ഹെഡർ എറിക് ഗാർഷ്യ മറ്റൊരു ഹെഡറിലൂടെ റയൽ വലയിലെത്തിച്ചു. 32-ാം മിനിറ്റിൽ ഫെറാന്റെ പാസ് സ്വീകരിച്ച് ലാമിന്റെ മനോഹര ഗോൾ ബാഴ്സയെ മത്സരത്തിലൊപ്പം എത്തിച്ചു. തുടർന്ന് 34-ാം മിനിറ്റിൽ പെഡ്രിയുടെയും 45-ാം മിനിറ്റിൽ ഫെറാന്റെയും അസിസ്റ്റിൽ റഫീഞ്ഞ ലക്ഷ്യം കണ്ടതോടെ ആദ്യ പകുതിയിൽ ബാഴ്സലോണ 4-2 മുന്നിൽ. രണ്ടാം പകുതിയിൽ റയൽ തിരിച്ചുവരാൻ ശ്രമിച്ചു. 70-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ അതിവേഗത്തിലുള്ള മുന്നേറ്റത്തിനൊടുവിൽ എംബാപ്പെ തന്റെ ഹാട്രിക് പൂർത്തിയാക്കി. ഇതോടെ മത്സരം കൂടുതൽ ആവേശകരമായി. എന്നാൽ റയൽ അവസാന നിമിഷങ്ങളിൽ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. ഇഞ്ചുറി ടൈമിൽ ബാഴ്സലോണ 5-ാം ഗോൾ നേടിയെങ്കിലും വാർ ആ ഗോൾ നിഷേധിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 23 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 478 പാസുകൾ 87% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 295 പാസുകൾ 79% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. ഈ വിജയത്തോടെ ലാലിഗയിൽ 35 മത്സരങ്ങളിൽ നിന്ന് 82 പോയിന്റുമായി ബാഴ്സലോണ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. രണ്ടാമതുള്ള റയൽ മാഡ്രിഡിനേക്കാൾ 7 പോയിന്റ് മുന്നിലാണ് ബാഴ്സലോണ. ഇനി ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം കൂടി നേടിയാൽ ബാഴ്സലോണയ്ക്ക് ലാലിഗ ചാമ്പ്യന്മാരാവാം.